ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നൊരു സിമ്പിൾ ഗുലാബ് ജാമുൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് മതി ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മൾ ആദ്യം ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ആ ബ്രൗൺ കളറിലെ ഭാഗമില്ലേ. എന്നിട്ട് അത് ഒരു ബൗളിലേക്കിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. എന്നുവെച്ചാൽ അതൊന്ന് മിക്സാക്കി എടുക്കുക. പൊടിയായിട്ട് എടുക്കുക. അതിനുശേഷം കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം നിങ്ങൾ കുറേ അങ്ങ് ഒഴിക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, അതൊന്ന് വീർത്ത് വരാനായിട്ട്. അതിനുശേഷം നമുക്കത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഗീ പരത്തിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം, ഒരു ആട്ടയുടെ പരുവമൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് ഒരു ആട്ടയുടെ പരുവമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം കേട്ടോ. അതിനുശേഷം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണോ ഷുഗർ സിറപ്പ് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അളവിനുള്ള മധുരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റവിലേക്ക് നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞങ്ങളിവിടെ എടുത്തിരിക്കുന്ന കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ എലമെൻസിൻ്റെ ഓർഗാനിക് ആയതും മായം കലരാത്തതുമായ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നമുക്ക് ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പം അത് ചിലപ്പോൾ ഒട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒട്ടുന്ന സമയത്ത് നമുക്കതൊന്ന് വേർതിരിച്ച് കൊടുക്കണം. ഇപ്പോൾ വേർതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ സ്ക്രാച്ച് വീഴാതിരിക്കാൻ നോക്കണം. സ്ക്രാച്ച് വീണാൽ പിന്നെ അതങ്ങ് അടർന്നു പോകും. അതിപ്പം കരിഞ്ഞു പോകാതിരിക്കാൻ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കണം. അത് ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്കത് കോരാം. കണ്ടോ, ഈ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും അത് നമുക്കത് കോരിയെടുക്കാം. അതിനകത്ത് എണ്ണയെല്ലാം ഒന്ന് വറ്റിച്ച് കഴിഞ്ഞിട്ട് ആ ഷുഗർ സിറപ്പിലേക്ക് നമുക്കിത് ഡയറക്റ്റ്ലി അങ്ങ് ഇട്ട് കൊടുക്കാം. നോക്കൂ ഗൈസ്. അതിനുശേഷം ബാക്കിയുള്ള ബോൾസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ കുക്കിംഗ് ചെയ്യുന്ന ഇടയ്ക്ക് അവൻ വന്നിരിക്കുമോ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കോരാം. അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ നോക്കുക. നല്ല ടേസ്റ്റാണ്, ഉറപ്പായും ട്രൈ ചെയ്യണം. അപ്പോൾ ബൈ. ഇനിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും